നമസ്കാരം. എൻലൈറ്റ്മെൻറ്റിന് ശേഷം എന്താണ് ആത്മജ്ഞാനം? നമ്മൾ ഒരു യാത്ര തിരിച്ചെന്ന് വെച്ചോ. യാത്ര കുറേ പോയിട്ട് നമ്മൾ എവിടെ നിന്നാണ് പോയതെന്ന്, അല്ലെ നമ്മുടെ വീട് എവിടെ നിന്നായിരുന്നു, നമ്മൾ താമസിച്ചത് എവിടെ നിന്നായിരുന്നു എന്ന് നമ്മൾ മറന്നു പോകുന്ന ഒരവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ അതിനെ നമ്മൾ മനസ്സിലാക്കുന്നു, ഞാൻ എവിടെ നിന്നായിരുന്നു വന്നത്. നമ്മുടെ വീടിനെ തിരിച്ചു കിട്ടിയൊരു വ്യക്തതയാണ് ആത്മജ്ഞാനം. ഓരോ ജീവനും ഈ ഭൂമിയിൽ പിറക്കുമ്പം ആ പരംജ്യോതിയെ തൊട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒരു കടല് കരയിൽ വന്ന് മുട്ടുന്നത് പോലെ അതൊരു നിമിഷം സ്പർശിച്ചിട്ടാണ് വീണ്ടും ഈ ജന്മചക്രത്തിലേക്ക് എത്തുന്നത്. ആ തിരിച്ചറിവ് ഉത്ബോധത്തിനുണ്ടാവുന്ന ഒരവസ്ഥ നോക്കൂ. എൻലൈറ്റഡ് ആവാൻ സാധിക്കും. നമ്മൾ കുണ്ടലിനി ഉയർത്തി നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ നമുക്ക് ഏത് വിധത്തിലും കുണ്ടലിനി ഉയർത്താം. നമ്മുടെ ശക്തമായുള്ള പ്രാണായാമം രീതിയിലൂടെയും ശ്വാസഗതിയെയും മന്ത്രസാധനയും താന്ത്രിക സാധനയും പല രീതിയിലും സാധന ചെയ്യാം. കുണ്ടലിനി ഏത് വിധത്തിലും നമുക്ക് ഉയരാം. നമുക്ക് എനർജി ഓരോ ക്ഷേത്രങ്ങളുടെയും പലതിൻ്റെയും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ എപ്പോഴും ശുദ്ധമായിരിക്കുന്ന എനർജിയുണ്ട്, പ്യുവർ എനർജി. അതൊരു ഗുരു സൂക്ഷ്മമായി നിൽക്കുമ്പം, മഹാസമാധി സ്ഥിതിയിൽ സൂക്ഷ്മ ശരീരത്തിൽ നിൽക്കുമ്പം, അതാണ് ശുദ്ധജ്ഞാനത്തിൻ്റെ പ്യുവർ എനർജി. എവരി വൈബ്രേഷനാണ്. ഇവിടെ ധാരാളം ശരീരം വിട്ട ആൾക്കാരുടെ എനർജി ഉണ്ട്, ധാരാളം നോൺ ഫിസിക്കൽ എനർജീസ് ഉണ്ട്, ക്ഷേത്രങ്ങളിൽ പലതരത്തിലെ എനർജീസ് ഉണ്ട്. ഇതൊന്നും നമുക്ക് ക്ലാരിറ്റി തരില്ല. നമുക്ക് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോഴും ധ്യാനം സംഭവിച്ചേക്കാം, നമുക്ക് കുറച്ച് നേരം ഇരിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ ഇതൊന്നും ജീവൻ്റെ സ്മൃതി അറിയില്ല. അതൊരു അല്പനേരം നമുക്കതിലൊരു ഇരിക്കാൻ കഴിയും, അതിൻ്റെ അപ്പുറത്തേക്കില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിലേക്ക് പൂർണ്ണത്വത്തിൻ്റെ ഒരു ശുദ്ധ ഊർജമുണ്ട്. ശുദ്ധ ഊർജം കൊണ്ട് മാത്രമേ മോക്ഷം സാധിക്കുള്ളൂ. അതിനുവേണ്ടി നാം നിർമ്മിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലവുമുണ്ട്, യോഗീശ്വർ ലിംഗസന്നിധി, മഹാഗുരുവിൻ്റെ മഹാസാന്നിധ്യമുള്ള മഹാ ആലയം. ശുദ്ധ ഊർജമാണ്. ഒന്നും വേണ്ട, നിങ്ങൾ ഇരുന്ന് കൊടുത്താൽ മതി. നിങ്ങൾ ഇരുന്ന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മോക്ഷവും ലഭിക്കും.